ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്. അയാൾക്ക് കുറച്ച് പണം വേണം. നിങ്ങൾ കൊടുക്കാൻ തയ്യാറുമാണ്. പക്ഷെ അയാളെ നോക്കുമ്പോൾ അയാളുടെ കൈകളിൽ കുപ്പത്തൊട്ടിയിലെ മുഴുവൻ സാധനങ്ങളും, ദുർഗന്ധം വമിക്കുന്ന സകല പാഴ്വസ്തുക്കളും ചപ്പുചവറുകളും നിറഞ്ഞിരിക്കുകയാണ്. അയാൾ അതൊന്നും താഴെ വീഴാതിരിക്കാൻ വേണ്ടി നെഞ്ചോട് ചേർത്ത് രണ്ട് കൈകൾ കൊണ്ടും അമർത്തി പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അയാൾക്ക് പണം കൊടുക്കുക? പണം കൈകളിൽ വെച്ചല്ലേ കൊടുക്കാൻ കഴിയൂ, നിലത്തിട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇതുപോലെയാണ് പല മനുഷ്യരുടെയും സ്ഥിതി. എല്ലാ മനുഷ്യർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പണവും സൗഖ്യവും എല്ലാം വേണം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് അവരുടെ മനസ്സിൽ കൂടി മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. അത് മനസ്സിൽ വ്യാപിച്ച് അവിടെ നിറഞ്ഞ് അവിടെ നിന്ന് ജീവിതത്തിലേക്ക് പ്രവേശിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. എന്നാൽ മനസ്സിലേക്ക് പ്രവേശിക്കാമെന്ന് വെച്ചാൽ മനസ്സിൽ മുഴുവൻ പഴയ കാലത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പരിഹാസങ്ങളും അപമാനങ്ങളും തോൽവികളും ഒക്കെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, കുത്തി നിറച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? മനസ്സിലേക്ക് പ്രവേശിക്കാതെ പിന്നെ എങ്ങനെയാണ് ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.